ഇതെന്താണെന്നറിയോ? അറിയാം, കണക്കുകൾ. കണക്കാണിത്. അശ്വിനി എന്ന കണക്കാണ്, കട്ടിക്കുണ്ട് കണക്ക്. കുറെ കണക്ക് എന്റെ ഫോണിലും ഉണ്ട്. അപ്പൊ ഇത് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പോലത്തെ കണക്കാണ്, ഹാർഡ് കോപ്പി. അത് ബിജെപിയുടെ കയ്യിൽ കിട്ടിയത് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന സോഫ്റ്റ് കോപ്പി അല്ലേ? അപ്പൊ നമുക്ക് രാവിലെ തന്നെ പരിപാടിയിലേക്ക് തുടങ്ങാം. PR പ്രവീണയിലേക്ക് നമുക്ക് ആദ്യം പോകേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളം അറിയും. 8 മണി മുതൽ തന്നെ വോട്ടെണ്ണി തുടങ്ങും. ആദ്യം പതിവ് പോലെ എല്ലാ തെരഞ്ഞെടുപ്പിലെയും പോലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും. പിന്നാലെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെയും വോട്ടുകൾ, EVM വോട്ടുകൾ ഒരുമിച്ച് എണ്ണി തുടങ്ങും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആര് വാഴും ആര് വീഴും എന്നറിയാനുള്ള മണിക്കൂറുകൾക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ന്യൂസ് മലയാളത്തിന്റെ സമഗ്ര കവറേജുമായി നമ്മുടെ പ്രതിനിധികൾ എല്ലാ ഇടങ്ങളിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ബിനൽ പോത്തൻ പറഞ്ഞതുപോലെ PR പ്രവീണയിലേക്ക് തന്നെ പോവാണ്. തിരുവനന്തപുരത്ത് PR പ്രവീണ, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി, കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, പാലക്കാട് നിന്ന് അജിത്ത്, തൃശൂർ നിന്ന് ലെവിൻ കെ വിജയൻ, കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ, കൊല്ലത്ത് നിന്ന് ഷമീർ, പത്തനംതിട്ട നിന്ന് ശ്രീരാഗ്, കാസർഗോഡ് നിന്ന് സരീഷ്. അങ്ങനെ എല്ലാ പ്രതിനിധികളും 14 ജില്ലകളിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ഈ ദിവസം മുഴുവനുണ്ട്. ഉറങ്ങാതെ അവർ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഫുൾ സെറ്റാണ്. ഉറക്കമില്ലാത്ത സമയമാണ് ഇനി. അതെ, ഉറക്കമില്ല. സമയം രാവിലെയായി, ഹലോ മലയാളം തുടങ്ങേണ്ട സമയം തന്നെയായി. അപ്പൊ ഇനി ഉറക്കം എന്ന് പറയുന്നതിൽ കഥയില്ല. ഇനി ഉറക്കം പോകുന്നത് ആരുടെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ നോക്കിയാണ്. അപ്പൊ പ്രവീണയിലേക്ക് നമുക്ക് പോകാം അല്ലെ? പ്രവീണ, ഗുഡ് മോർണിംഗ്. ഞാനും സേതുവും രാവിലെ തന്നെ പറയുകയായിരുന്നു, എല്ലാവരും ഉറക്കം ഒളിച്ച് കാത്തിരുന്ന ഒരു രാത്രിയായിരിക്കും ഇന്നത്. കാരണം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിധി നിർണ്ണയിക്കാൻ കൂടി പ്രാപ്തി ഉണ്ടാകുമെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? പ്രവീണ എവിടെയാണുള്ളത്? നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷൻ പ്രധാനപ്പെട്ടത് മാരിവാന്യൂസ് കോളേജാണ്. മാരിവാന്യൂസ് കോളേജിലാണ് പ്രധാനപ്പെട്ട കോർപ്പറേഷൻ വാർഡുകളെല്ലാം എണ്ണുന്നത്. പിന്നെ മലയൻകീഴ് സ്കൂളുമാണ് സിറ്റിക്ക് അകത്തുള്ളത്. അപ്പോൾ ഈ രണ്ടിടത്തെയും, ഒന്ന് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അറിയാൻ കഴിയും, മറ്റേത് നമുക്ക് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷനും അറിയാൻ കഴിയും. തിളക്കമുള്ള പോരാട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. 101 വാർഡുകൾ. ഈ 101 വാർഡുകളിൽ കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരുമെന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത്. എന്നാൽ കഴക്കൂട്ടം ഉൾപ്പെടെ അവർ പ്രതീക്ഷ വച്ചിരുന്ന മേഖലകളിൽ കടന്നു കയറാനായി എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നുള്ളതും അവർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമായത് UDFന്റെ നീക്കമാണ്. കാരണം വിമതശല്യം ഒക്കെ ഉണ്ടായിരുന്ന UDF ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ വിമതരായി മത്സരിച്ച് ജയിച്ചവരെയൊക്കെ ഇപ്പം വീണ്ടും പാർട്ടിയിലേക്ക് എടുത്ത് അവരെ പാർട്ടി മുന്നണി സ്ഥാനാർത്ഥിയായി തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 8 സീറ്റാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതൊരു 36 വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ ഒരു 10 മുതൽ 15 വരെ പരമാവധി സീറ്റുകൾ UDFന് പിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജനം വിധി എഴുതിയത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇനി മണിക്കൂറുകൾക്കുള്ളിൽ മാത്രമേ അറിയാൻ കഴിയൂ. പിന്നെ ഓരോ വാർഡിലെയും എല്ലാ ബൂത്തുകളും ഒരു മേശയിൽ എണ്ണും. ഇതിൽ ആദ്യ റൗണ്ടിൽ 12 മുതൽ 18 വരെ ടേബിളുകളാകും ഉണ്ടാവുക. അപ്പോൾ 12 മുതൽ 18 വരെ വാർഡുകളുടെ ഫലം ആദ്യം അറിയാൻ കഴിയും. ആദ്യം പോസ്റ്റൽ ബാലറ്റാണ് എണ്ണുക. 8:30 മുതൽ തന്നെ ആദ്യ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. പിന്നീട് അങ്ങോട്ട് മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടി ഒരു തേരോട്ടമായിരിക്കും റിസൾട്ടിൻ്റെ. അപ്പോൾ എന്തായാലും മുന്നണികൾ കണക്ക് കൂട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മിക്കവാറും നേതാക്കളെല്ലാം തന്നെ, ഇപ്പോൾ UDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരത്താണുള്ളത്. നീക്കങ്ങൾ വിലയിരുത്തി അതിനുശേഷമുള്ള എന്താണെന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മിനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിൻ്റെ ഫലം, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തുകളുടെ ഫലമാണ് ഏറ്റവും നിർണായകം. 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ആര് നേടുന്നു എന്നുള്ളത് അടുത്ത നിയമസഭയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് രാഷ്ട്രീയ കേരളത്തിലെ ഈ എല്ലാവരും കണക്ക് കൂട്ടുന്നത്. സ്വാഭാവികമായും അതും വലിയൊരു, ഈ കോർപ്പറേഷനപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. കാരണം ജില്ലാ പഞ്ചായത്തുകൾ ഏതാണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിന് തുല്യമായി വരുന്ന അത്രയും വലിയ ഒരു സംവിധാനമാണ് ഓരോ വാർഡുകളും എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളുടെ ഫലമാണ് ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ശരി, അപ്പോൾ PR പ്രവീണയാണ് ഈ പൊതുവിലെ കാര്യങ്ങൾ പറഞ്ഞ് പോത്ത. അപ്പോൾ PR പ്രവീണ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മളും തുടക്കത്തിൽ പറഞ്ഞിരുന്നു, തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ഈ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഇനി അടുത്തത് കേരളത്തിൽ ആര് വരണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ വിധിയെഴുത്തുകൂടിയാണ്.